നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അരുണാചലിലെ ദുരൂഹ മരണത്തിൽ മരിച്ചവരുടെ മൃതദേഹം ഇന്ന് നാട്ടിലെത്തിക്കും. മരണത്തിലേക്ക് വഴിയൊരുക്കിയത് നവീൻ എന്ന സൂചന. ലാപ്ടോപ്പിൽ നിന്ന് നിർണായക ചാറ്റ് വിവരങ്ങൾ ലഭിച്ചു. ബ്ലാക്ക് മാജിക് ആണോ എന്ന് ഇപ്പോൾ പറയാനാകില്ലെന്ന് പോലീസ്. വീണ്ടും ടിടിഇക്ക് നേരെ അതിക്രമം. ജനശതാബ്ദി എക്സ്പ്രസിൽ ഡ്യൂട്ടിക്കിടെ ടിടിഇയെ ആക്രമിച്ച് ഭിക്ഷക്കാരൻ. കണ്ണിന് പരിക്കേറ്റു. അരക്ഷിതാവസ്ഥയെന്ന് ടിടിഇ ജയ്സൺ. വൈക്കത്ത് ഉത്സവത്തിനിടെ ആനയിടഞ്ഞ് പാപ്പാനെ ചവിട്ടിക്കൊന്നു. മരിച്ചത് ചങ്ങനാശ്ശേരി സ്വദേശി സാമിച്ചൻ. ഇടഞ്ഞത് തോട്ടക്കാട്ട് കുഞ്ഞുലക്ഷ്മി. ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണം തടയാൻ സ്പെഷ്യൽ RRT സംഘം. 24 മണിക്കൂറും സേവനം ലഭ്യമാകും. ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തും. കാട്ടാന സാന്നിധ്യം മുൻകൂട്ടി ജനങ്ങളെ അറിയിക്കുക ലക്ഷ്യം. അപകട ഓട്ടം തുടർന്ന് ടിപ്പറുകൾ. കോഴിക്കോട് മുക്കത്ത് ടിപ്പറിൽ നിന്ന് കരിങ്കല്ല് പുറത്തേക്ക് വീണു. CCTV ദൃശ്യങ്ങൾ പുറത്ത്. ഒഴിവായത് വൻ അപകടം. വിശദമായ വാർത്തയിലേക്ക്. വീണ്ടും ടിടിഇക്ക് നേരെ ആക്രമണമുണ്ടായിരിക്കുന്നു. ആലപ്പുഴയിൽ ജനശതാബ്ദി എക്സ്പ്രസിൽ വെച്ചാണ് സംഭവം. ടിടിഇ ജയ്സന്റെ കണ്ണിന് പരിക്കേറ്റു. ഭിക്ഷക്കാരനാണ് ആക്രമിച്ചതെന്ന് ടിടിഇ പറഞ്ഞു. ആക്രമിച്ച ശേഷം ഇയാൾ ഓടി രക്ഷപ്പെട്ടു. ട്രെയിനിലെ സുരക്ഷ കാര്യക്ഷമമാക്കണമെന്നും ഇതര സംസ്ഥാന തൊഴിലാളികൾ സഞ്ചരിക്കുന്ന ട്രെയിനുകളിൽ ഭീകരാവസ്ഥയാണെന്നും ടിടിഇ പ്രതികരിച്ചു. ഇന്ന് രാവിലെ 120/76 തിരുവനന്തപുരം കോഴിക്കോട് പോണ ജനശതാബ്ദി വർക്ക് ചെയ്ത് വന്ന TTS ആണ്. ഞങ്ങൾ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ ഏകദേശം ഒരു 5:50 കഴിഞ്ഞപ്പോൾ ഒരു മുഷിഞ്ഞ വസ്ത്രധാരണത്തോടു കൂടി ഒരാൾ വണ്ടിക്കകത്തേക്ക് കയറി. കണ്ടാൽ തന്നെ തോന്നും ടിക്കറ്റ് ഇല്ലാത്ത രീതിയാണ് അദ്ദേഹത്തിന് ബോഡി ലാംഗ്വേജ് മനസ്സിലായത്. ടിക്കറ്റ് ചോദിക്കുമ്പോൾ ടിക്കറ്റ് കാണിക്കാൻ കൂട്ടാക്കിയില്ല. മുന്നോട്ട് പോയി അവിടെ ഒരു വെണ്ടർ നിൽക്കണ്ടായിരുന്നു. ആ വെണ്ടറെ പിടിച്ച് തള്ളി. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായില്ല. ആ സൈഡ് ഡോർ അടഞ്ഞു കിടക്കായിരുന്നു. പിന്നീട് അദ്ദേഹം D10 കോച്ചിൽ 11 കോച്ചിലാണ് ഈ സംഭവം നടന്നത്. 10 കോച്ചിലേക്ക് മുന്നിട്ട് പോകുമ്പോൾ ഞാൻ പുറകെ ചെന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട്. ടിക്കറ്റ് ചോദിക്കുമ്പോൾ അദ്ദേഹം ടിക്കറ്റ് ഇല്ല. അവിടെ നിന്ന് പോകുന്ന പാസേജിൽ തുപ്പി കൈ മുഷ്ടി കുത്തി എന്നെ ഇടിക്കാൻ വേണ്ടി വന്നു. ഒരു പ്രാവശ്യം കൈ എടുത്ത് എന്നെ മാന്താനായിട്ട് ശ്രമിക്കാൻ പുറകോട്ട് മാറി. രണ്ടാം വട്ടം എടുക്കുമ്പോൾ എൻ്റെ മാസ്കും വലിച്ചു കയറി എൻ്റെ കണ്ണിൻ്റെ കൂടെ വന്ന് കുറച്ച് ബ്ലഡ് വന്നു. നോൻ കഴിയാൻ എൻ്റെ കൺസേൺ അതോറിറ്റിനെ ഞാൻ അറിയിച്ചു. ഗാർഡിൻ്റെ അടുത്ത് പോയി ഫസ്റ്റ് എയ്ഡ് എടുത്ത് വർക്കല വരെ ഗാർഡിൻ്റെ കൂടെ നിന്ന് ഫസ്റ്റ് എയ്ഡ് എടുത്ത് വർക്കലയ്ക്ക് ശേഷം ആസ് യൂഷ്വൽ എൻ്റെ ഡ്യൂട്ടി ഞാൻ കണ്ടിന്യൂ ചെയ്തു. കൂടെ വന്ന് റെയിൽവേ ഹോസ്പിറ്റലിൽ പോയി ഫസ്റ്റ് എയ്ഡ് ടെറ്റനസിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തിരുന്നു. ഏകദേശം 5:50 ഇന്ന് രാവിലെ. അതിനുശേഷം ആള് ഞാൻ പുറകെ കുറച്ച് ദൂരം പോയപ്പോഴാണെങ്കിൽ ആളെ കണ്ടറിയാൻ പറ്റും. കിട്ടിയില്ല. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയി. ട്രിവാൻഡ്രം സെൻട്രൽ പ്ലാറ്റ്ഫോം 2 വെച്ചാണ് ഈ പ്രശ്നം നടക്കുന്നത്. D11 കോച്ചിൻ്റെ ഫ്രണ്ടിലായിരുന്നു. പിന്നെ ഞങ്ങൾ കോച്ച് ചെയിൻ പുള്ളി ചെയ്ത് വണ്ടി നിൽക്കി പോലീസൊക്കെ അപ്പോൾ അതിന് ശേഷമാണ് പോലീസ് വരണത്. അതിന് മുമ്പ് പോലീസൊന്നും ആ പരിസരത്ത് ഉണ്ടായില്ല. എൻ്റെ സഹപ്രവർത്തകർ വിളിക്കും. അവർ ഫസ്റ്റ് എയ്ഡിനുള്ള കാര്യങ്ങൾ ഗാർഡിനോട് ചെയ്തു. ഞാൻ ഡ്യൂട്ടി കണ്ടിന്യൂ ചെയ്തു. ഇവിടെ ആഴത്തിലുള്ള മുറിവ് അല്ലെങ്കിൽ കൂടി പേടിയാണ് വർക്ക് ചെയ്യാൻ. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലൊരാൾ മരിച്ചിട്ട് ഇന്നലെ ഞങ്ങൾക്ക് അവസാനമായിട്ട് കാണാൻ പോലും സാധിച്ചില്ല. ഇന്നലെ ഇതേ വണ്ടി ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയതാണ്. ഓരോ യാത്രക്കാരെയും സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടത് നമ്മുടെ എല്ലാവരും ആവശ്യമാണ്. കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് മുന്നോട്ട് പോകണം. കാരണം ഞങ്ങളുടെ കൂട്ടത്തിൽ ലേഡീസും ഉണ്ട്. ഒരു മെയിൽ TTI എനിക്ക് ഒരു അനുഭവമാണെങ്കിൽ രാത്രി പോകുന്ന വണ്ടികൾ എറണാകുളം സൗത്ത് ഡിപ്പോയിൽ ഉള്ള വണ്ടികളൊക്കെ ദീർഘദൂര വണ്ടികളാണ്. കൂടുതൽ ഹിന്ദി യാത്രക്കാർ, അതിഥി തൊഴിലാളികൾ എന്ന് പറയപ്പെടുന്ന കൂടുതലുള്ള ഒരു വണ്ടികളുണ്ട്. മംഗള, പാട്ന എക്സ്പ്രസ്. വിനോദേണ്ട സംഭവിച്ച വണ്ടിയാണ് പാട്ന. ആ വണ്ടിയുടെ യഥാർത്ഥ മുഖം കാണണമെങ്കിൽ തിരുപ്പൂരിന് ശേഷമാണ്. നമുക്ക് പണ്ടൊക്കെ ഞങ്ങൾ എന്തെങ്കിലും കാരണത്തിൽ പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോട്ട് അഴിച്ചു കഴിഞ്ഞാൽ കയറാൻ പറ്റത്തില്ല. കാരണം അവരത്രയായിരിക്കും. അവർ വളരെ എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണ്. അപ്പോൾ പക്ഷേ ഇദ്ദേഹം ഒരു മലയാളം ചെറുതായിട്ട് സംസാരിക്കുന്നുണ്ട്. മലയാളിയാണോ എന്ന് എനിക്ക് പൂർണ്ണമായിട്ട് അറിയില്ല. സ്റ്റെപ്പ് കയറി മേളിലേക്ക് പോയി വീണ്ടും ആളുടെ അടുത്തെത്തി വീണ്ടും ആക്രമിക്കാനായിട്ട് വരാണ്. ഞാൻ പുറകോട്ട് വലിഞ്ഞതാണ്. അതല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയായിരിക്കില്ല എനിക്കുണ്ടാവുന്നത്. മാനസികമായിട്ട് ആകെ ഒരു തകർന്നൊരവസ്ഥ. ഞാൻ ഞങ്ങളുടെ കേസായിട്ട് മുന്നോട്ട് പോകും. ഞങ്ങളുടെ ഓഫീസിൽ അതിനായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു.
എന്തായാലും ജോലിക്കിടെയാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് ഇരയാകേണ്ടി വരുന്നത് എന്നുള്ളത് ഇവരെ സംബന്ധിച്ച് വലിയ ഗൗരവമുള്ള വിഷയം തന്നെയാണ്. കഴിഞ്ഞ ദിവസമാണ് തൃശ്ശൂരിൽ യാത്രക്കാരൻ TTയെ തള്ളിയിട്ട് കൊലപ്പെടുത്തിയത്. ആ വിഷയത്തിൽ മുഖ്യ സാക്ഷി പ്രതിയെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്തതിന് പിഴ ചുമത്തിയതിനാണ് കൊലപാതകത്തിലേക്ക് വഴിതെളിച്ചത്. പിന്നീട് വൈരാഗ്യം തോന്നിയ രജനികാന്ത് ട്രെയിനിൽ നിന്ന് തള്ളിയിടുകയായിരുന്നു എന്നാണ് റിമാൻഡ് റിപ്പോർട്ട്. അരുണാചലിലെ മലയാളികളുടെ മരണം അത് മലയാളികളെ ഏവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. ആ കേസിൽ മലയാളി ദമ്പതികളുടെയും സുഹൃത്തിന്റെയും മൃതദേഹം ഇന്ന് നാട്ടിലെത്തിക്കും. നവീന്റെ ലാപ്ടോപ്പിൽ നിന്നും നിർണായക വിവരങ്ങൾ ലഭിച്ചതായാണ് പോലീസ് പറയുന്നത്. മരണത്തിലേക്ക് വഴിയൊരുക്കിയത് നവീൻ എന്നാണ് വിവരം. ദേവിയുടെയും ആര്യയുടെയും സംസ്കാരം ഇന്ന് ശാന്തി കവാടത്തിൽ നടക്കും. ഒപ്പം ഇത് ബ്ലാക്ക് മാജിക് തന്നെയാണോ ഈ മരണകാരണത്തിന് പിന്നിൽ എന്ന് ഇപ്പോൾ പറയാനാകില്ല എന്നാണ് പോലീസിന്റെ പ്രതികരണം. ഏറ്റവും പുതിയ വിവരങ്ങളുമായി VV വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, വലിയ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഈ മരണത്തിന്റെ ചുരുളഴിയുമ്പോൾ ഓരോ ഇതിലും നമുക്ക് വ്യക്തമാകുന്നത്. ഇപ്പോൾ പോലീസ് പറയുന്നത് ബ്ലാക്ക് മാജിക് ആണോ ഇതിന് പിന്നിലെന്ന് വ്യക്തമാക്കാനാകില്ല എന്ന് പറയുന്നു. അന്വേഷണം പുരോഗമിക്കുകയാണല്ലോ. എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുവരെ പോലീസിന് ലഭ്യമായിട്ടുള്ളത്? അശ്വതി, അരുണാചൽ പ്രദേശിലേക്ക് കേരള പോലീസിന്റെ സംഘം നേരത്തെ തന്നെ പോയിരുന്നു. ഇപ്പോൾ DCPയുടെ പ്രതികരണമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇത് ബ്ലാക്ക് മാജിക് തന്നെയാണോ ഈ മരണങ്ങൾക്ക് പിന്നിലെ കാരണമെന്നത് കൃത്യമായി കണ്ടെത്താനായിട്ടില്ല അങ്ങനെ ഒരു സ്ഥിരീകരണം നൽകാനുള്ള സാഹചര്യമായിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം ഇതുവരെ ലഭിച്ച തെളിവുകൾ അത് കൃത്യമായി പരിശോധിക്കുമ്പോൾ ഈ ബ്ലാക്ക് മാജിക്കിലേക്ക് തന്നെയാണ് കാര്യങ്ങളെ കൊണ്ടുവന്നെത്തിക്കുന്നത്. കാരണം ഇവരുടെ ഇമെയിലുകൾ പരിശോധിച്ചപ്പോൾ അതോടൊപ്പം തന്നെ ലാപ്പിലും ഫോണിലുമായി ഇവർ തിരഞ്ഞ കാര്യങ്ങൾ അതെല്ലാം തന്നെ അന്യഗ്രഹത്ത് താമസിക്കാൻ പോകുന്നതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവിടുത്തെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. ഇത് ഇവർ ഡൗൺലോഡ് ചെയ്ത് പല പേജുകളും എടുത്തിട്ടുമുണ്ട്. 500 അതോടൊപ്പം തന്നെ 1000 പേജുകളുള്ള ചില ഫയലുകൾ ഇവർ ഡൗൺലോഡ് ചെയ്ത് എടുത്തതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ മുറിക്കുള്ളിൽ പാത്രത്തിൽ മുടികളും അതോടൊപ്പം തന്നെ കറുത്ത വളകളുടെ പൊട്ടുകളും അത് പൊട്ടിച്ച നിലയിലായിരുന്നു. ഇതെല്ലാം തന്നെ ഈ ബ്ലാക്ക് മാജിക്കിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. പക്ഷേ കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. 4 വർഷമായി ഈ മൂവരും തമ്മിൽ പരിചയമുണ്ട്. കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ 2 പെൺകുട്ടികളും കൂടുതലായി ആളുകളോട് സംസാരിക്കുന്ന ഒരു പ്രകൃതമുണ്ടായിരുന്നില്ല. നവീനാണ് ആദ്യം ഈ ഒരു പാതയിലേക്ക് പോയി എന്ന ഒരു പ്രാഥമിക നിഗമനമാണുള്ളത്. അതിനുശേഷം ഈ യുവതികളെ കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തി അല്ലെങ്കിൽ അതിലേക്ക് കൊണ്ടുവന്നു എന്ന തരത്തിലുള്ള നിഗമനം. പക്ഷേ ഇതെല്ലാം തന്നെ കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. 4 വർഷം ഇവർ മെയിലിലൂടെയും മറ്റും സംവദിച്ച കാര്യങ്ങൾ അതിൻ്റെ വിശദാംശങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് എന്ന കാര്യമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അശ്വതി, ശരി. VV വിനോദാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. വൈക്കം TV പുരത്ത് ഉത്സവത്തിനിടെ പിടിയാന 2ാം പാപ്പാനെ ചവിട്ടിക്കൊന്നു. ചങ്ങനാശ്ശേരി സ്വദേശി സാമിച്ചനാണ് മരിച്ചത്. തോട്ടയ്ക്കാട് കുഞ്ഞുലക്ഷ്മി എന്ന ആനയാണ് എഴുന്നള്ളിപ്പിനിടെ ഇടഞ്ഞത്. TV പുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയായിരുന്നു സംഭവം. വൈക്കം താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയായിരുന്നു മരണം സംഭവിച്ചത്. ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണം തടയാൻ ഇനി സ്പെഷ്യൽ RRT ടീം. 4 സ്ഥിരം ജീവനക്കാരും 10 വാച്ചർമാരും ഉൾപ്പെടുന്നതാണ് പുതിയ RRT യൂണിറ്റ്. 24 മണിക്കൂറും മേഖലയിൽ സേവനം ലഭ്യമാകും. ബോഡിമെട്ട് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ PG സന്തോഷിനാണ് സ്പെഷ്യൽ RRTയുടെ ചുമതല.
മുൻപ് ചിന്നക്കനാൽ സെക്ഷന് കീഴിലുണ്ടായിരുന്ന RRT യൂണിറ്റിൽ ബോഡിമെട്ട് സെക്ഷനിൽ നിന്നുള്ള വാച്ചർമാരെയും ഉൾപ്പെടുത്തിയാണ് യൂണിറ്റ് ശക്തിപ്പെടുത്തിയത്. ഇനി മുതൽ മേഖലയിൽ കാട്ടാന സാന്നിധ്യമുള്ള സ്ഥലങ്ങൾ തിരിച്ചറിഞ്ഞ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ വഴി നാട്ടുകാരിലേക്ക് വിവരം കൈമാറുന്നത് സ്പെഷ്യൽ RRT യൂണിറ്റ് ആയിരിക്കും. ഇതിനായി ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയും നടത്തും. ടിപ്പറുകളുടെ അപകട ഓട്ടം അത് തുടരുക തന്നെയാണ്. കോഴിക്കോട് മുക്കത്ത് ഓവർലോഡ് കയറ്റിയ ടിപ്പർ ലോറിയിൽ നിന്നും കല്ല് തെറിച്ചു വീണു. കൂടരഞ്ഞി മേലെ കൂമ്പാറ അങ്ങാടിയിൽ ഇന്നലെയാണ് സംഭവം. കല്ല് വീഴുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. സാധാരണ നിരവധി ആളുകൾ ബസ് കാത്തിരിക്കുന്ന സ്ഥലമാണെങ്കിലും കല്ല് വീണ സമയത്ത് ആരും ഇല്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. മാർച്ച് 26-ന് ഇതേ ടിപ്പർ ലോറി ഓവർലോഡ് കയറ്റിയതിന് തിരുവമ്പാടി പോലീസ് ഫൈൻ അടപ്പിച്ചിരുന്നു. കൂമ്പാറ മാതാളിക്കുന്നേൽ ക്വാറിയിൽ നിന്നുമാണ് കല്ല് കൊണ്ടുപോകുന്നത്. ക്വാറിയിൽ കൃത്യമായ അളവിൽ കല്ല് കൊടുക്കാനുള്ള വെയ് ബ്രിഡ്ജ് സ്ഥാപിച്ചിട്ടില്ല എന്നും പരാതിയുണ്ട്. ജനവാസ മേഖലയിൽ കള്ളുഷാപ്പ് സ്ഥാപിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തം. കൊട്ടാരക്കര സദാനന്ദപുരം ജംഗ്ഷനിൽ ജനവാസ മേഖലയിൽ തുടങ്ങാനിരിക്കുന്ന കള്ളുഷാപ്പിനെതിരെയാണ് സമരം. 30-ലധികം കുടുംബങ്ങൾ താമസിക്കുന്നിടത്തേക്കുള്ള പ്രധാന പാതയോരത്താണ് കള്ളുഷോപ്പ് തുടങ്ങുന്നത്. നാട്ടുകാരുടെ സ്വൈരജീവിതം തടസ്സപ്പെടുത്തുന്ന തരത്തിലാണ് കള്ളുഷാപ്പ് സ്ഥാപിക്കുന്നതെന്ന് ആരോപിച്ചാണ് നാട്ടുകാർ പ്രതിഷേധിച്ചത്. വേനൽ ആരംഭിച്ചതോടെ പനന്നുങ്ക് വിപണി സജീവമായി. ചുട്ടുപൊള്ളുന്ന വെയിലിൽ വഴിയാത്രക്കാർക്ക് ഏറെ ആശ്വാസമാവുകയാണ് പനന്നുങ്ക്. ശുദ്ധവും ഗുണമേന്മയുള്ളതിനാൽ തന്നെ പനന്നുങ്കിന് ആവശ്യക്കാർ ഏറെയാണ്. ചുട്ടുപൊള്ളും വേനൽ ചൂടിൽ ആശ്വാസം പകർന്ന് പാതയോരങ്ങളിൽ നൊങ്ക് കച്ചവടം പൊടിപൊടിക്കുകയാണ്. ഇത്തവണ വേനൽ ചൂട് കൂടുതലായതിനാൽ നൊങ്ക് കച്ചവടവും തകൃതിയാണ്. പ്രകൃതിദത്തവും കൃത്രിമത്വം ഇല്ലാത്തതും കാരണം പനന്നൊങ്കിന് ആവശ്യക്കാരേറെയാണ്. ഇപ്പോൾ നാട്ടിൻപുറങ്ങളിൽ നിന്നും ആവശ്യത്തിന് നൊങ്ക് ലഭിക്കുന്നുമുണ്ട്. പുറം നാടുകളിലെ നൊങ്കുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയില്ലാത്തതുകൊണ്ട് വലിയ വില കൂടുതൽ ഇക്കൊല്ലമില്ല. ശരീരത്തിന് കുളിർമ പനന്നൊങ്കിൽ നിന്ന് ലഭിക്കും. ചൂടുകാലത്ത് നൽകുന്ന ആശ്വാസം വലുതായതിനാൽ ആളുകൾക്ക് എന്നും പ്രിയം നൊങ്കിനോടാണ്. നൊങ്ക് ചൂടത്ത് നല്ല എല്ലാവർക്കും കഴിക്കാനുള്ള സാധനമാണ്. ചെറിയൊരു തൊട്ടിട്ട് എല്ലാവർക്കും വരെ കഴിക്കാതിന്ന്. ഈ ചൂടത്ത് ഇപ്പൊ ഇതാണ് മെയിനായിട്ട് ആൾക്കാർക്ക് കഴിക്കേണ്ട സാധനം. കച്ചവടം കുഴപ്പമില്ല, ഇപ്പൊ നല്ല കച്ചവടമാണ്. ഇപ്പൊ സാധനം കിട്ടാനില്ല. ഒരു കരിമ്പന തേങ്ങയിൽ നിന്ന് 3 നൊങ്ക് ലഭിക്കും. 10 നൊങ്കിന് 100 രൂപയാണ് വില. ശീതളപാനീയങ്ങളുടെ വില വെച്ച് നോക്കുമ്പോൾ ആളുകൾക്കിത് നിസ്സാരമാണ്. രാവിലെ വെയിൽ ചൂടായാൽ പാതയോരങ്ങളിൽ നൊങ്കുമായി കച്ചവടക്കാർ എത്തും. പിന്നെ തേങ്ങ പൊളിച്ച് നൊങ്കുകൾ വേർതിരിക്കും. ന്യൂസ് 18 പാലക്കാട്. പാലക്കാട് തൃത്താല മണ്ഡലത്തിലെ ആനക്കര മേലേഴിയം പള്ളിപ്പടി റോഡ് തകർന്നടിയുന്നതിൽ വ്യാപക പ്രതിഷേധം. ദേശീയപാത നിർമ്മാണത്തിനാവശ്യമായ മണ്ണ് വലിയ ഭാരവാഹനങ്ങൾ തുടർച്ചയായി കൊണ്ടുപോകുന്നതാണ് റോഡ് തകർച്ചയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. പൊടിശല്യം രൂക്ഷമായതോടെ വ്യാപാരികളും ദുരിതത്തിലാണ്. കുമ്പിടി മേലേഴിയം ഭാഗത്തെ കുന്നിടിച്ചു നിരത്തി 6 മാസത്തോളമായി ദേശീയപാത നിർമ്മാണത്തിനായി മണ്ണ് കടത്തിക്കൊണ്ടു പോകുകയാണ്. വീതി കുറഞ്ഞ പഞ്ചായത്ത് റോഡിലൂടെ ഭാരമേറിയ ടോറസ് വാഹനങ്ങൾ തലങ്ങും വിലങ്ങും ചീറിപ്പാഞ്ഞതോടെ 2.5 കിലോമീറ്റർ റോഡ് പാടെ തകർന്നു. റോഡിലെ കുഴികളിലേറെയും ഇരുചക്ര വാഹനക്കാരാണ് അപകടത്തിൽപ്പെടുന്നത്. നമ്മളെ നാടിന് വികസനം ആവശ്യമാണ്. പക്ഷേ ഇങ്ങനൊരു വികസനം വളരെ കഷ്ടമാണ്. എന്തെങ്കിലും ഒന്ന് ഇതിന് നമ്മളെ അധികാരികൾ ഒരു മാർഗം കണ്ടിട്ട് എന്തെങ്കിലും ചെയ്തു തരണം ഞങ്ങൾക്ക്. റോഡ് കംപ്ലീറ്റ് പോയി. ഇവിടെ എത്ര ആളവിടെ വന്ന് വീണെന്ന് അറിയാം. രാവിലെ ഞങ്ങൾ ഈ ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ആളുകളെ ഇവിടുന്ന് നീപ്പിക്കാനേ ഞങ്ങൾക്ക് സമയമുള്ളൂ. സ്ത്രീകളും കുട്ടികളുമായിട്ട് വന്നിട്ട് ഇവിടെ വീഴുക. വഴിക്ക് ഈ വെള്ളമടിക്കുന്ന കാരണം അതിൻ്റെ മുകളിൽ കൂടെ വന്നിട്ട് കുട്ടികൾ വഴിക്കേണ്ടി വീഴുക വണ്ടിയായിട്ട്. തകർന്നടിഞ്ഞ റോഡിലൂടെ വാഹനങ്ങൾ പോകുന്നത് വഴി പൊടിശല്യവും രൂക്ഷമാണ്. സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ പറ്റുന്നില്ലെന്ന് വ്യാപാരികൾ. പൊടിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നേരം വെളുത്ത് വൈകുന്നേരം വരെ തന്നെയാണ്. 6-7 മണി വരെ അതിലെടുക്കും. ഒരു 2-3 പ്രാവശ്യം ചിലപ്പോൾ വെള്ളമടിക്കും, ചിലപ്പോൾ 2 പ്രാവശ്യം അടിക്കും. കാലത്തൊരു 8 മണിക്ക് വന്ന് കുറച്ച് വെള്ളമടിക്കും. പിന്നെ ഒരു 12 മണിക്ക് ഒന്ന് വരും. ചിലപ്പോൾ ഒരു 4 മണിക്കും ഉണ്ട്, അല്ലെങ്കിൽ 2 ട്രിപ്പോട്ട് ഒതുക്കും. അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അതൊരു 1 മണിക്കൂർ കൊണ്ട് അത് പറ്റും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പൊടി തീറ്റ തന്നെ വൈകുന്നേരം വരെ 8 മണി വരെ ഇതന്നെ പണി. മണ്ണെടുത്ത് കൊണ്ടുപോകുന്ന കരാർ കാലാവധി അവസാനിക്കുന്നതോടെ റോഡ് നവീകരിക്കുമെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. ന്യൂസ് 18 തൃത്താല.
കായംകുളം കണ്ടല്ലൂരിൽ ഇഫ്താർ സംഘാടകരായി ക്ഷേത്ര കമ്മിറ്റിക്കാർ. ഒരേ നാട്ടിൽ ജനിച്ചു വളർന്നവർ മതവ്യത്യാസമില്ലാതെ ക്ഷേത്രാങ്കണത്തിൽ നടന്ന ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു. കായംകുളം കണ്ടല്ലൂർ തെക്ക് പൊടിയാലിൽ വയലിൽ ശിവപാർവതി ക്ഷേത്ര കമ്മിറ്റിയാണ് നാടിന് മതസാഹോദര്യത്തിന്റെ സന്ദേശം നൽകിയത്. ക്ഷേത്രം തന്ത്രി TK ശിവശർമ്മൻ തന്ത്രികൾ, ജമാഅത്ത് ചീഫ് ഇമാം അബ്ദുൾ റഷീദ് ബാഖവി എന്നിവർ മതസൗഹാർദ്ദ സന്ദേശം നൽകി. ക്ഷേത്ര ജമാഅത്ത് ഭാരവാഹികളായ നയനാനന്ദൻ, ശശികുമാർ, റെജി കൂട്ടുങ്കൽ, ബിജു ബഷീർ, ഷാഹൂബ്, ബി ഷൈജു, സീബോ ശശി എന്നിവർ സംസാരിച്ചു. എറണാകുളം പായിപ്ര ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷി കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് നിഷേധിച്ചതിൽ പ്രതിഷേധം. പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടന്നു. 100ഓളം ഭിന്നശേഷി കുട്ടികളാണ് പഞ്ചായത്തിലുള്ളത്. ജില്ലാ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും ഫണ്ടുകൾ ഒരുമിച്ചാണ് കുട്ടികളുടെ അക്കൗണ്ടിലേക്ക് പണം കൈമാറുന്നത്. എന്നാൽ മറ്റുള്ള പഞ്ചായത്തുകൾ കുട്ടികളുടെ അക്കൗണ്ടിൽ പണം എത്തിയിട്ടും പായിപ്ര പഞ്ചായത്തിലെ കുട്ടികളുടെ അക്കൗണ്ടിൽ പണം എത്തിയിരുന്നില്ല. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകൾ. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക്. കോ-പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ്, 100 years of trust. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പത്രികാ സമർപ്പണത്തിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കുകയാണ്. സൂക്ഷ്മ പരിശോധന നാളെയാണ് നടക്കുക. ഏപ്രിൽ 8 വരെ പത്രിക പിൻവലിക്കാം. വയനാട്ടിൽ കെ സുരേന്ദ്രന്റെ പത്രികാ സമർപ്പണം വലിയ ആവേശ കാഴ്ചയാക്കി BJP. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി വയനാട്ടിൽ റോഡ് ഷോ നടത്തി. തിരുവനന്തപുരത്ത് BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ പത്രിക നൽകി. വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഒപ്പമുണ്ടായിരുന്നു. റോഡ് ഷോ ആയിട്ടെത്തിയാണ് പത്രിക സമർപ്പിച്ചത്. ആലപ്പുഴയിൽ KC വേണുഗോപാലും AM ആരിഫും പത്രിക നൽകി. പത്രിക നൽകുന്നതിന് മുന്നോടിയായി K മുരളീധരൻ കരുണാകരൻ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. പ്രവർത്തകർക്കൊപ്പം പ്രകടനമായി എത്തിയാണ് സുരേഷ് ഗോപി പത്രിക നൽകിയത്. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറിന്റെ ജയം സുനിശ്ചിതമെന്ന് കേന്ദ്രമന്ത്രി S ജയശങ്കർ. നിരവധി മലയാളികൾ പ്രവാസികളായുണ്ട്. ഇവർക്ക് അതത് രാജ്യങ്ങളിൽ സ്വീകാര്യത കിട്ടിയത് നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണെന്നും പ്രവാസി ക്ഷേമത്തിന് കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തുന്ന നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യണമെന്നും S ജയശങ്കർ പറഞ്ഞു. കേന്ദ്രമന്ത്രി S ജയശങ്കറാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്. സർ, in unprecedented terms, the Prime Minister evolving as a global leader is becoming a talk of the election. So people believe that you are the man behind it. So how do you think this Prime Minister's posture as a global leader will affect these elections? See, look from perspective of Kerala, because of Modi ji, today in the Gulf, we have so much respect. You know, so many people today are benefiting. That you can see UAE, Saudi Arabia, Qatar, all of them have a different attitude towards India. So we work as a team. We want the team to be stronger. We want this man to be in the team. About the Kachidip issue that has been recently raised, can we think that after BJP coming to power again, we will solve the issue? The main issue
The main issue is that DMK, they were saying we are champions of fishermen. Actually, they had given their agreement inside the room to everything. So, the issue right now is people should know the truth. That is the main issue. Why? രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക് പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ് 100 years of trust. വീടുകളെല്ലാം ഹൈടെക് ആകുന്ന കാലമെങ്കിലും പഴമയെ ചേർത്ത് പിടിക്കുന്ന ഒരുപറ്റം ആളുകൾ ഇപ്പോഴും നമുക്കിടയിലുണ്ട്. മണ്ണുകൊണ്ട് വീട് നിർമ്മിച്ച ഒരു അധ്യാപകനെയാണ് ഇനി പരിചയപ്പെടുത്തുന്നത്. തളിപ്പറമ്പ് പനങ്ങാട്ടൂർ സ്വദേശിയായ റാഫിയാണ് പഴയ കാലത്തെ അനുസ്മരിപ്പിക്കും വിധത്തിൽ മൺവീട് നിർമ്മിച്ചത്. പരിസ്ഥിതി സ്നേഹിയായ അധ്യാപകൻ വീട് നിർമ്മാണത്തിലും പരിസ്ഥിതി സൗഹൃദം കൈവിട്ടില്ല. പ്രകൃതിയോടിണങ്ങി എങ്ങനെ വീട് നിർമ്മിക്കാമെന്ന ചിന്തയ്ക്കൊടുവിലാണ് മൺവീട് എന്ന ആശയത്തിലെത്തിയത്. പാച്ചേനി ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപകനായ പനങ്ങാട്ടൂർ സ്വദേശി റാഫിയാണ് പഴമയിലൂന്നിയ ഈ പുതുപുത്തൻ വീടിന്റെ ഉടമ. മണ്ണ് കൊണ്ടുവന്ന് അരിച്ചെടുത്ത് കുളിർമാവിന്റെ പശയും ചേർത്ത് കുഴച്ചാണ് നിർമ്മാണം. ചിതൽ പ്രതിരോധത്തിനായി വേപ്പിന്റെ ഇലയും അരച്ചു ചേർത്തു. കൂടുതൽ ബലം കിട്ടാനായി ചകിരിനാരുകളും കയറും മുളങ്കമ്പും ഉപയോഗിച്ചു. തൂണുകളാകട്ടെ ശീമക്കൊന്നയുടെ കാതലും. വളരെ പഴയ കാലത്ത് ഇത്തരം വീടുകൾ ധാരാളമായി ഉണ്ടാവുകയും അത് നൂറ്റാണ്ടുകളോളം നിലനിൽക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആധുനിക കാലത്ത് ഇത്തരത്തിൽ മണ്ണിന് കൊണ്ട് ഒരു വീട് കെട്ടുന്നത് തൊട്ടടുത്ത് തന്നെ അനുജൻ വീടെടുക്കുന്ന സ്ഥലത്തു നിന്നാണ് ഇതിനാവശ്യമായ മണ്ണ് എടുത്തത്. അവിടെ തറ നീക്കം ചെയ്യുമ്പോൾ എടുത്ത മണ്ണ് ഞാനിവിടെ കൊണ്ടുവരികയും അരിച്ച് കുളിരുമാവിൻ്റെ ചപ്പിൻ്റെ പശയും കുമ്മായവും ചേർത്ത് കുഴച്ച് അതേപോലെ ചിതൽ പ്രതിരോധം ഉണ്ടാവാം എന്നുള്ള സങ്കല്പത്തിൽ വേപ്പിൻ്റെ ഇല കൂടി അതിനകത്ത് അരച്ച് ചേർത്തിട്ടുണ്ട്. അത് ബോളുകളാക്കിയിട്ടാണ് ചുമര് വെച്ചത്. പ്ലാസ്റ്ററിംഗ് ചെയ്തത് കല്ല് വെട്ടുമ്പോൾ ഉണ്ടാകുന്ന പൊടി അരിച്ചെടുത്ത് കുമ്മായവും കുളിർമാവിൻ പശയും ഉമിയും മിക്സ് ചെയ്ത്. ഇനി അവസാന മിനുക്കുപണിക്കാകട്ടെ കിണർ കുഴിക്കുമ്പോൾ കിട്ടുന്ന മണ്ണും. കിണർ കുഴിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന് കിട്ടുന്ന ക്ലേ, അതേപോലെ റോഡിനൊക്കെ മണ്ണ് മാന്തിയതിൻ്റെ അടിയിൽ നിന്ന് കിട്ടുന്ന ചെങ്കല്ലിൻ്റെ അംശം കിടന്ന റോസ് കളറിലുള്ള ക്ലേ തുടങ്ങിയവയാണ് ഉപയോഗിച്ച് വ്യത്യസ്ത നിറങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതേപോലെ ചുവപ്പ് നിറം കിട്ടാൻ വേണ്ടി അരിച്ചെടുത്ത കപ്പൊടിയും ഉപയോഗിക്കുകയുണ്ടായി. ചുട്ടുപൊള്ളുന്ന ചൂടിലേറെ ആശ്വാസമാണ് ഈ മൺവീടിനുള്ളിലെ താമസം. പ്രകൃതി സ്നേഹികൾക്ക് പരീക്ഷിക്കാവുന്ന വ്യത്യസ്ത മാതൃക. ന്യൂസ് 18 തളിപ്പറമ്പ്. സമ്പൂർണ്ണ ബൈബിൾ പകർത്തി എഴുതുവാനായതിന്റെ സന്തോഷത്തിലാണ് തൊടുപുഴ സ്വദേശിനി സീബ ജോയ്. 3 വർഷം കൊണ്ടാണ് സീബ എത്ര നിയമനങ്ങളാണ് റദ്ദാക്കിയത്. അപ്പൊ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാരുടെ നിയമനങ്ങളെല്ലാം ഇറഗുലർ അപ്പോയിന്റ്മെന്റ്സ് ആയിരുന്നു. ആ അപ്പോയിന്റ്മെന്റ്സ് ഇവർ നടത്തിയത് നിയമവിരുദ്ധമായിട്ട്. ഇവർ ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന മുഴുവൻ കാര്യങ്ങളും നിയമവിരുദ്ധമാണ്, പ്രശ്നമാണ്. SDPI പിന്തുണ പ്രഖ്യാപിച്ച ഏപ്രിൽ 1 എറണാകുളത്ത് പ്രസ് ക്ലബിൽ വെച്ച് മാധ്യമ പ്രവർത്തകർ എന്നോട് ഇത് നിങ്ങൾ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചു. അന്ന് ഞാൻ പറഞ്ഞ മറുപടി, ഞങ്ങൾ ആലോചിക്കും. ഞങ്ങൾ UDF-ലും പാർട്ടിയിലും ആലോചിച്ച ശേഷം മാത്രമേ ഇത് സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് പറയാൻ കഴിയുള്ളൂ. 1-ാം തീയതിയാണ് പറഞ്ഞത്. ഇന്നലെയാണ് UDF-ന്റെ നേതാക്കൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ഒരുമിച്ച് ചർച്ച ചെയ്യാനൊരു അവസരം കിട്ടിയത്. ഇന്നലെ വയനാട്ടിൽ വെച്ച് കൽപ്പറ്റയിൽ വെച്ച് ഞങ്ങളെല്ലാം ചർച്ച ചെയ്തു. ആ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെടുത്ത കൂട്ടായ തീരുമാനമാണ് ഇവിടെ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ പറഞ്ഞത്. അതിനിടയ്ക്ക് ഞാനായാലും അദ്ദേഹം പ്രതിപക്ഷ നേതാവായാലും ഇതേക്കുറിച്ച് ഇന്നുവരെ മുഖ്യമന്ത്രിയുടെയും CPM സെക്രട്ടറിയുടെയും ഇടതുമുന്നണി നേതാക്കളുടെയും ഒക്കെ പ്രസ്താവന ഞങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു. ഞങ്ങളിതെല്ലാം സ്വീകരിച്ചു എന്നുള്ള നിലയ്ക്കാണ് പ്രത്യേകിച്ച് ദേശാഭിമാനിയൊക്കെ നടത്തുന്ന പ്രചരണം. ഞങ്ങൾ അവരുടെ പിന്തുണ ഈ മുഖ്യമന്ത്രിയോ ഗോവിന്ദ മാഷോ പറയുമ്പോഴാണോ അതിന് മറുപടി പറയേണ്ടത്? ഞങ്ങൾ ആലോചിച്ച് പറയാം എന്ന് മറുപടി പറഞ്ഞു. ആദ്യത്തെ അവസരം ഇന്നലെയായിരുന്നു. ആലോചിച്ചു, ഇന്ന് ഞങ്ങൾ മറുപടി പറഞ്ഞിരിക്കുന്നു. ഒരു കാര്യം കൂടി പറയാനുണ്ട്, അതുകൂടി പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം. ഇന്നലെ
പതാക ഉപയോഗിക്കാത്തതിനെ കുറിച്ച് ഒരു പതാക ഉപയോഗിച്ചില്ല. പതാക ഒരു കഴിഞ്ഞ തവണ BJP ചർച്ചാ വിഷയമാക്കിയെങ്കിൽ ഇന്നലെ മുഖ്യമന്ത്രിയാണ് ചർച്ചാ വിഷയമാക്കിയത്. അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം ഒന്നുകൂടെ പറഞ്ഞു, കുറേ നാളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഈ പൗരത്വ നിയമത്തിനെതിരായി അദ്ദേഹം നടത്തുന്ന പ്രസംഗങ്ങൾ ആ നിയമം കൊണ്ടുവന്ന മോഡി ഗവൺമെൻറ്റിനെതിരായിട്ടല്ല. അദ്ദേഹത്തിൻ്റെ ഫോക്കസ് മുഴുവനും കോൺഗ്രസിന് ചാച്ചാട്ടമുണ്ട്. രാഹുൽ ഗാന്ധി പറഞ്ഞില്ല. പ്രതിപക്ഷ നേതാവ് വളരെ വ്യക്തമായി പറഞ്ഞു. ഈ ജോഡോ ന്യായ യാത്രയ്ക്കിടയിൽ അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിൻ്റെ വീഡിയോ അല്ലേ അത് അയച്ചു കൊടുത്തു. എന്നിട്ടും ആവർത്തിച്ച് നുണ പറയാണ്. സത്യത്തിൽ നമ്മൾ ഈ നുണ പറയുന്ന ആളിനെ നമ്മളെല്ലാം വിശേഷിപ്പിക്കുന്നത് ഗീബൽസിനോടാണെങ്കിൽ ഇപ്പോൾ പൗരത്വ നിയമവും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പിണറായി വിജയൻ ഒരു കേരള ഗീബൽസായി മാറിക്കഴിഞ്ഞു. ആവർത്തിച്ച് നുണ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്നലെ അദ്ദേഹം ചോദിച്ചു, ഈ പൗരത്വ നിയമത്തെക്കുറിച്ച് കൽപ്പറ്റയിൽ വന്ന് സംസാരിച്ചിട്ട് ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. അദ്ദേഹം ഒരു വാക്ക്, ഞങ്ങളെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇന്ത്യയുടെ ഭരണഘടനയെ രക്ഷിക്കാനാണ്, ഇന്ത്യയുടെ മതേതരത്വത്തെ രക്ഷിക്കാനാണ്, ജനാധിപത്യത്തെ രക്ഷിക്കാനാണ് അദ്ദേഹം വോട്ട് ചോദിച്ചത്. അല്ലാതെ അദ്ദേഹത്തിനല്ല വോട്ട് ചോദിച്ചത്. ഓരോ സ്ഥാനാർത്ഥികളും ഉള്ള ക്രിമിനൽ കേസുകളെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് എല്ലാ പത്രങ്ങളിലും പാർട്ടി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇന്ത്യൻ എക്സ്പ്രസിലും മലയാള പത്രങ്ങളിലൊക്കെ വായിച്ച് കണ്ടിട്ടുണ്ടാവും. രാഹുൽ ഗാന്ധിയുടെ പേരിൽ 18 ക്രിമിനൽ കേസുകളാണ് 8 സംസ്ഥാനങ്ങളിലെതിരായി ചാർജ് ചെയ്തിട്ടുള്ളത്. ഇതിൽ 11 പ്രസംഗങ്ങളുടെ പരാമർശനം ഏറ്റെടുത്തിട്ടുള്ള അപകീർത്തി കേസുകളാണ്. കർണാടക, മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, ആസാം, ഡൽഹി, ഗുജറാത്ത്, ബീഹാർ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലാണ് ഈ കേസ് ചാർജ് ചെയ്തിട്ടുള്ളത്. BJPക്കും സംഘപരിവാർക്കും അവരുടെ നയങ്ങൾക്കും തീരുമാനങ്ങൾക്കുമെതിരെ രാഹുൽ ഗാന്ധി നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടങ്ങളാണ് ഈ കേസുകൾ എടുക്കാൻ അവരെ പ്രേരിപ്പിച്ചത്. അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങൾ എന്താ? ഒന്ന് പൗരത്വ നിയമം, കർഷക സമരം, മണിപ്പൂരിൽ ക്രൈസ്തവർക്കെതിരെ നടന്ന വേട്ട തുടങ്ങിയ നിരവധി വിഷയങ്ങൾ ഉയർത്തിയാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ കേസെടുത്തിട്ടുള്ളത്. ഈ പിണറായി വിജയൻ വലിയ ഘോരം പൗരത്വ നിയമത്തിന് ഞങ്ങൾ ഇവിടെ നിയമം കൊണ്ടുവന്നു, ഞങ്ങളാണ് പാർലമെന്റിൽ എതിർത്തത്, പോരാടിയതെന്ന് പറയില്ലേ? പൗരത്വ നിയമത്തിനെതിരായുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലോ അദ്ദേഹം നടത്തിയ ഈ പരാമർശങ്ങളിലോ അദ്ദേഹത്തിൻ്റെ പേരിൽ ഇവിടെ കേരളത്തിലെ പോലീസ് വല്ല ഏതെങ്കിലും ഒരു കേസെടുക്കണം എന്ന് BJPക്കാരെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അദ്ദേഹം ചെയ്തതെന്താ? പൗരത്വ നിയമം കൊണ്ടുവന്ന് ഭേദഗതി പാസ്സാക്കിയ മോദിക്കെതിരെ കേരളത്തിൽ ശക്തമായ പ്രക്ഷോഭം നടത്തി. മോദിയുടെ കോലം കത്തിച്ചു, അമിത്ഷായുടെ കോലം കത്തിച്ചു. ആ പ്രതിഷേധിച്ചവരുടെ മുഴുവൻ പേരിൽ 628 കേസെടുത്തു. 830 പ്രതിപക്ഷ നേതാവും UDFും ശക്തമായി ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിൻവലിക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് പോകുമ്പോൾ അവിടുത്തെ പത്രത്തിൽ 158 കേസ് കോഴിക്കോട്, ഗുരുതരമായ കേസുകൾ ഉൾപ്പെടെ അതൊന്നും പിൻവലിച്ചിട്ടില്ല. എത്ര പേരുടെ പിഴ ഈടാക്കി കേസ്, അതാണ് തീർന്നു എന്ന് പറയുന്ന കേസ്. അപ്പൊ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധിച്ചവരുടെ പേരിൽ കേസെടുത്ത പിണറായി വിജയനാണ് പൗരത്വ നിയമത്തിനടക്കം പ്രസംഗിച്ച രാഹുൽ ഗാന്ധിയുടെ പേരിൽ 18 കേസെടുത്തതിന് അദ്ദേഹം പറഞ്ഞു. പൗരത്വ നിയമത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി എവിടെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞു? ഇതാണ് ഞാൻ കേരള ഗീബൽസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രസംഗം അതുപോലെ AICCക്കാർ പറഞ്ഞു. ഈ നിയമം പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ ആവർത്തിച്ച് അദ്ദേഹം പറയുന്നതാണ്, കോൺഗ്രസ് അംഗങ്ങൾ സോണിയാഗാന്ധിയുടെ വീട്ടിൽ അത്താഴം ഇരുന്ന് കഴിക്കുകയും. ഇതുപോലെ നുണ പറയാൻ ഒരു മുഖ്യമന്ത്രിക്ക് പിണറായി വിജയനല്ലാതെ ആർക്കെങ്കിലും കഴിയുമോ? ആദ്യം ഇതിനോട് ഈ ബില്ല് ബന്ധപ്പെട്ട് ഞാൻ കഴിഞ്ഞ തവണയും നിങ്ങളോട് പറഞ്ഞതാണ്. ആദ്യം ഒബ്ജക്ഷൻ റൈസ് ചെയ്തതാരാ? അവതരണ അനുമതി കൊടുക്കരുതെന്ന് ശശി തരൂരാണ്. അദ്ദേഹം പറയുന്നത് ഒരു മാർക്സിസ്റ്റ് MP മാത്രമാണ് അവിടെ ചർച്ച ചെയ്തത്. അതൊക്കെ എൻ്റെ കയ്യിൽ അതിൻ്റെ രേഖകളൊക്കെ ഉണ്ട്, അത് പിന്നൊരു അവസരത്തിൽ പറയാം. ഇന്നലെയും ആവർത്തിച്ച് പറഞ്ഞതുകൊണ്ടാണ് പൗരത്വ നിയമത്തിൻ്റെ പേരിൽ കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കി UDF അതിനെതിരാണെന്ന് വരുത്തി തീർക്കാനുള്ള മുഖ്യമന്ത്രിയുടെ എല്ലാ പ്രസംഗങ്ങളും പ്രചരണങ്ങളും ഇപ്പോൾ ഏതാണ്ട് ഈ ചീറ്റിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയെങ്കിലും അദ്ദേഹം ഈ നുണപ്രചരണം നടത്തണം. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അങ്ങനെ ഒരു ഡീൽ ഉണ്ടെങ്കിൽ അവർ ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ
ആ പിന്തുണ സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് ഞങ്ങൾ ആലോചിച്ചു പറയും എന്ന് ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് പറയേണ്ട ആവശ്യമുണ്ടോ? ഇപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ, ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കും. അത്തരം സംഘടനകളുടെ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കില്ല. SDPIയുടെ പിന്തുണ ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ് അതിനോടുള്ള സമീപനവും എന്ന് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ ഡീലുണ്ടാക്കാൻ പോയേ ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന് പറയുമോ? അതെന്താണ്? അപ്പൊ മുഖ്യമന്ത്രിയുടെ വാദത്തിന് ഒരർത്ഥവും ഇല്ലെന്നല്ലേ? ഞങ്ങൾ സംസാരിച്ച് ഞങ്ങൾ സെറ്റിൽ ചെയ്തിട്ടാണ് അവര് ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കണമെങ്കിൽ അപ്പൊ തന്നെ സന്തോഷം, നന്ദിയുണ്ടെന്നല്ലേ ഞങ്ങൾ പറയുന്നത്. അല്ല, UDFനാണ് പിന്തുണ തന്നിരിക്കുന്നത്. അപ്പൊ UDFിലെ എല്ലാ ഒരു കക്ഷികൾ നമുക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. UDF എന്ന് പറഞ്ഞ കോൺഗ്രസ് മാത്രമല്ലല്ലോ, ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, ഞങ്ങൾ എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ട് ആ പിന്തുണയെ കുറിച്ച് നമുക്ക് എന്തു പറയണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു പറഞ്ഞു. അപ്പൊ തന്നെ വിത്തിൻ 1 hour KPCC പ്രസിഡന്റിന്റെ റിയാക്ഷൻ ഞങ്ങൾ ആലോചിച്ച് പറയുമെന്നാണ് 1-ാം തീയതി. ഇന്നലെ ഞങ്ങൾ എല്ലാവരും കണ്ടു 3-ാം തീയതി. ഇന്ന് 4-ാം തീയതി ഇന്ന് KPCC ഓഫീസിൽ വെച്ച് ഞങ്ങൾ മറുപടി പറയുകയാണ്. ഒരു ഡിലേ ഉണ്ടായിട്ടില്ല. ഇലക്ഷനിൽ ഞങ്ങളെല്ലാം പല സ്ഥലത്തല്ലേ, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലല്ലേ. അല്ല, ഇനി ഞാൻ ചോദിക്കട്ടെ, അല്ല പറഞ്ഞത് വളരെ വ്യക്തമാണ്, വളരെ ക്ലാരിറ്റിയോടുകൂടിയാണ്, ഒരു സംശയത്തിനും ഇടവരാത്ത രീതിയിൽ അടിവരയിട്ട പറഞ്ഞിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വേറെ തലക്കെട്ടിന് വേണ്ടിയിട്ട് ഓരോ വാചകം വേണമെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങളുടെ തലക്കെട്ട് നിങ്ങൾക്ക് കൊടുക്കാം. അല്ല അങ്ങനെ ഒന്നുമില്ല, കൃത്യമായിട്ടാണ് പറഞ്ഞത്. താങ്കൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഒന്ന് എടുത്തു നോക്കിയാൽ മതി. അല്ല ഒരു കാര്യം ചെയ്താൽ മതി. ഇനി ഞാൻ മറുപടി പറയുന്നില്ല. താങ്കൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് 2 പ്രാവശ്യം, ഇപ്പോ 2ാമത് ചോദ്യം ചോദിച്ചപ്പോൾ 3 പ്രാവശ്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞു. കൃത്യമായിട്ട് പറഞ്ഞു, ഒരു വ്യത്യാസമില്ല. നിങ്ങൾ വെറുതെ നിങ്ങൾ ഇത് രണ്ടും മാത്രമേ കേട്ടില്ല നിങ്ങൾ. അല്ല വെയിറ്റ് അല്ല, ഞാൻ ആൻസർ ചെയ്തോണ്ടിരിക്കുക. പ്ലീസ് ലെറ്റ് മീ കംപ്ലീറ്റ് മൈ ആൻസർ. അല്ല ഞാൻ താങ്കൾ ചോദിച്ച ചോദ്യത്തിനാണ്. താങ്കൾ ഈ 2 പേരുടെ മാത്രമേ കേട്ടില്ല. മലപ്പുറത്തെ LDF കാൻഡിഡേറ്റ് ഇത് തന്നെയാണ് മറുപടി പറഞ്ഞത്. മലപ്പുറത്തെ LDF കാൻഡിഡേറ്റിനോട് ചോദിച്ചു SDPI പിന്തുണച്ചാൽ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് എല്ലാവരുടെയും വോട്ട് വേണം, സ്ഥാനാർത്ഥികൾ എല്ലാവരുടെ വോട്ട് വേണം. ആളുകൾ വ്യക്തിപരമായിട്ടല്ലേ വോട്ട് ചെയ്യുന്നത്, അവരുടെ എല്ലാവരുടെ വോട്ട് വേണം. പക്ഷേ ഒരു സംഘടന പിന്തുണ നൽകിയപ്പോൾ ഞങ്ങൾ ആ പിന്തുണ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു. അത് ഞാനും പറഞ്ഞ വാചകമാണ്. കാരണം അവര് പറയാനുള്ള വാചകം എന്താ, കോൺഗ്രസ് ഭയങ്കരമായ മതേതര പാർട്ടിയാണ്, ഫാസിസത്തിനെ എതിർത്ത് തോൽപ്പിക്കാൻ, സംഘപരിവാറിനെ താഴെയിറക്കാൻ കോൺഗ്രസിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞ കോൺഗ്രസ് മതേതര പാർട്ടിയേ അല്ല, കോൺഗ്രസിന് ഫാസിസത്തെ ഇറക്കാൻ പറ്റില്ല എന്ന് ഞങ്ങൾ മറുപടി പറയണം. അതാ അങ്ങനെ എല്ലാവരും ഇന്ത്യയിലെ എല്ലാവരും ആ ഒരു അഭിപ്രായത്തിലേക്ക് വരികയാണ്. അതിനെന്താ, ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് പിന്തുണ. അല്ല ഞാൻ പറഞ്ഞല്ലേ, നമ്മള് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അല്ല ഞങ്ങളല്ലേ, ഞങ്ങളുടെ പ്രചരണ രീതി തീരുമാനിക്കാൻ ഞങ്ങളല്ലേ, ഓരോ തരത്തിലുള്ള പ്രചരണ രീതിയല്ലേ. ഞാൻ ചെയ്യട്ടെ, അത് തീരുമാനിക്കുന്നത് ഞാൻ ചോദിച്ച മാതിരി AKG സെന്ററിലാണോ തീരുമാനിക്കുന്നത്? രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ എങ്ങനെ നടത്തണം എന്ന് അവിടെ തീരുമാനിച്ചിട്ട് ഞങ്ങളോട് KPCCയിലേക്ക് ശ്രീ MM അസനെ വിളിച്ച് MV ഗോവിന്ദനും പിണറായി വിജയനും പറഞ്ഞതനുസരിച്ചിട്ടാണോ? അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി. ഞാൻ പറയാം, പിണറായി വിജയൻ LDFന്റെ കാര്യം നോക്കിയാൽ മതി. LDFന്റെ കാര്യം, ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം. അല്ലെന്നേ, ഇതൊക്കെ ഓരോ രീതിയിലുള്ള പ്രചരണമല്ലേ. ഞാൻ തിരുവനന്തപുരത്ത് 10 എണ്ണത്തിന്റെ വിഷ്വൽ നിങ്ങൾ എടുത്ത് നോക്കിയോ, 10 പരിപാടി നടത്തിയേക്കണം. ചിലപ്പോൾ കൊടിയില്ലാത്ത പരിപാടി നടത്തിയിട്ടുണ്ട്, കൊടിയോടുകൂടി പരിപാടി നടത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിങ്ങളൊരു 10 വിഷ്വൽ നിങ്ങളുടെ ലൈബ്രറിയിൽ പോയി നോക്കും.
അല്ല ഞാൻ പറയാം, ദേശാഭിമാനിയുടെ റിപ്പോർട്ടറും ദേശാഭിമാനിയും കൈരളി ഒന്ന് തീരുമാനിക്കണ്ട. അത് ഞാൻ പറഞ്ഞു, കൃത്യമായിട്ട് പറഞ്ഞു. അത് ഞങ്ങളുടെ പാർട്ടി തീരുമാനിക്കും, ഞങ്ങളുടെ മുന്നണി തീരുമാനിക്കും. അങ്ങനെ ആ ചോദ്യം അപ്രസക്തമായ ചോദ്യം. അല്ല, ഞാൻ തിരിച്ച് നിങ്ങൾ പോയിട്ട് പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തുമ്പോൾ അങ്ങ് ഇവിടെ പോകാൻ നേരത്ത് എന്തൊക്കെ ഉണ്ടാവും, എത്ര വണ്ടി ഉണ്ടാവും, എങ്ങനെയാണ് പരിപാടി നടത്തുന്നത്, ആ സ്റ്റേജിന്റെ വീതി നീളം എന്തായിരിക്കും എന്ന് നിങ്ങൾ ചോദിക്കുക. അപ്പൊ അതുപോലത്തെ ചോദ്യമൊന്നും ഇങ്ങോട്ട് വേണ്ട, ദേശാഭിമാനിയുടെ ചോദ്യമൊന്നും ഇങ്ങോട്ട് വേണ്ട, ദേശാഭിമാനി ചോദ്യമൊന്നും അങ്ങനത്തെ ചോദ്യമൊന്നും വേണ്ട. അല്ല, ഞങ്ങൾ അതൊന്നും പറയുന്നില്ല. ഞങ്ങളുടെ മുന്നണിക്ക്, കോൺഗ്രസ് പാർട്ടിക്ക് ഒരു കക്ഷി പിന്തുണ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഞങ്ങളുമായിട്ട് ആലോചിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അവരും പറഞ്ഞല്ലോ, അവരുടെ പത്രസമ്മേളനത്തിലുണ്ട്, ഞങ്ങളുമായിട്ട് ചർച്ച ചെയ്തിട്ടില്ല, രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ കൂടി ആലോചിച്ചു, ഞങ്ങളുടെ ഒരു തീരുമാനം ഇതേ തീരുമാനം ഞാൻ തൃക്കാക്കര തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞതാണ്. ഇതേ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞതാണ്. അത് ഞങ്ങൾ അന്ന് ആലോചിച്ചിട്ടാണ് പറഞ്ഞത്, എല്ലാവരും കൂടി ആലോചിച്ചിട്ടാണ്. ഇങ്ങനെ ഒരു പിന്തുണ ഒരു സംഘടന നൽകുമ്പോൾ ഞങ്ങൾക്ക് UDF എല്ലാവരുമായിട്ട് ചർച്ച ചെയ്ത്, എല്ലാവരുമായിട്ട് ആലോചിച്ച്, എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു തീരുമാനം ഞങ്ങൾ പറഞ്ഞു. അത്ര ഇനി എന്തിനാ ആ വിഷയത്തിലേക്ക് പോകണം, വേറെ ഏതെങ്കിലും വിഷയം ചെയ്യും. ഞാനൊക്കെ കൃത്യമായ മറുപടി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ കൈരളിക്ക് വേണ്ടി വേറെ, തലക്കെട്ടിന് വേണ്ടിയിട്ടുള്ള വേറെ മറുപടി, ദേശാഭിമാനിക്ക് വേണ്ടിയിട്ടുള്ള വേറെ മറുപടി ഒന്നുമില്ല. ആദ്യം പറഞ്ഞ 4 വാചകങ്ങൾ 2 പ്രാവശ്യമല്ല 3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇട്ട് നോക്കിക്കോ, ഒരു അവ്യക്തതയും ഇല്ലാത്ത രീതിയിൽ കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യം കൂടി ഇപ്പം ചോദിച്ചുകൊണ്ടാണ്, ഇന്നലെ ഞങ്ങളെല്ലാം കൽപ്പറ്റയുണ്ടായിരുന്നു. 11:30 മണിക്കാണ് രാഹുൽ ഗാന്ധി നോമിനേഷൻ കൊടുത്തത്. 10 മണിക്ക് ആനി രാജയുടെ നോമിനേഷൻ കൊടുക്കാൻ പ്രവർത്തകർ കൂട്ടമായിട്ട് വരുന്നത് ഞങ്ങൾ കണ്ടു. ആരുടെയും കയ്യിൽ CPIയുടെ കൊടിയല്ലാതെ CPMന്റെ കൊടി ഉണ്ടായിരുന്നില്ല. CPI കൊടികൾ മാത്രമായിട്ടാണ് പ്രവർത്തകർ അവിടെ വന്നത്. പിന്നെ ഇദ്ദേഹം ചോദിച്ചതുപോലെ ഇന്ന് UDFന് കൊടിയില്ല, അറിയാമല്ലോ, ഓരോ പാർട്ടിക്കും ഓരോ ചിഹ്നമാണ്. LDFനും ഇല്ല. അപ്പം UDFന്റെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ ആ സ്ഥാനാർത്ഥിയുടെ കൊടി മാത്രം LDFന്റെ പിടിച്ചാണ് ആനി രാജ വന്നത്. എപ്പോൾ കൊടി ഉപയോഗിക്കണം, എപ്പോൾ കൊടി ഉപയോഗിക്കേണ്ട എന്നുള്ളത് നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്. ഞാൻ ഒരു ചോദ്യവും ഇതിന് പ്രചരണം എങ്ങനെ വേണം എന്നുള്ളതിന് ഇല്ലല്ല, നിങ്ങൾ രണ്ടുപേരും ചോദിക്കുന്നത് ഒന്നായതുകൊണ്ട് മറുപടി ഇത് മതി. ഓക്കെ. SDPI പിന്തുണ വേണ്ട എന്ന് ഔദ്യോഗികമായി തന്നെ UDF പറഞ്ഞിരിക്കുന്നു. വ്യക്തിപരമായി ആർക്കും വോട്ട് ചെയ്യാം, പക്ഷെ സംഘടനകളുടെ കാര്യത്തിൽ കൃത്യമായ നിലപാടുണ്ട് എന്ന് VD സതീശൻ വ്യക്തമാക്കിയിരിക്കുന്നു. MM ഹസനും VD സതീശനുമാണ് പത്രസമ്മേളനം നടത്തി ഇക്കാര്യം പറഞ്ഞത്. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയെയും പൂർണ്ണമായും എതിർക്കും എന്നും ഇരു നേതാക്കളും പറഞ്ഞു. പിന്തുണ സ്വീകരിക്കില്ല എന്നും പതാക വിവാദത്തിൽ എങ്ങനെ സംഘടനാ പ്രവർത്തനം നടത്തണമെന്ന കാര്യം മുഖ്യമന്ത്രി തങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല എന്നും പറഞ്ഞു. എന്തായാലും ഈ ഒരു വാർത്താ സമ്മേളനം വളരെ ഗൗരവതരമാണ്. VD സതീശൻ തന്നെ SDPയെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. SDPയുടെ പിന്തുണ തങ്ങൾക്ക് വേണ്ട എന്നുള്ള കാര്യം വലിയ രീതിയിൽ ചർച്ചയായ വിഷയമാണ്. SDPI UDFന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ എന്തുകൊണ്ട് നേതാക്കളുടെ ഭാഗത്തു നിന്നും പ്രതികരണം ഉണ്ടാകുന്നില്ല, ഔദ്യോഗികമായ പ്രതികരണം ഉണ്ടാകുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ഇന്നിപ്പോൾ വാർത്താ സമ്മേളനം നടത്തിയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനും MM ഹസനും ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും പൂർണ്ണമായും തള്ളിയിരിക്കുകയാണ്. SDPIയുടെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന് UDF നേതാക്കൾ പറഞ്ഞിരിക്കുന്നു. വ്യക്തിപരമായി എല്ലാവരും വോട്ട് ചെയ്യണം, പക്ഷെ സംഘടനകളുടെ കാര്യത്തിൽ നിലപാട് ഉണ്ട് എന്ന് പറയുന്നു. MG മിഥുൻ ചേരുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി. മിഥുൻ, അല്പം വൈകിയെങ്കിലും വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നു SDPIയുടെ പിന്തുണ തങ്ങൾക്ക് വേണ്ട എന്ന്. എന്തൊക്കെ കാര്യങ്ങളാണ് നേതാക്കൾ പറഞ്ഞത്?
അശ്വതി, കഴിഞ്ഞ ദിവസമാണ് SDPI UDF പിന്തുണ അറിയിച്ചുകൊണ്ട് വാർത്താ സമ്മേളനം എറണാകുളത്ത് വെച്ച് നടത്തുന്നത്. അതിന് പിന്നാലെ അത് CPM മറ്റ് പാർട്ടികളും ഒക്കെ തന്നെ വലിയ രീതിയിൽ ആയുധമായി എടുക്കുന്നത് നമ്മൾ കാണുകയും ചെയ്തു. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ ഇത് പരാമർശിക്കുകയും ചെയ്തിരുന്നു. അതായത് ഇവർ തമ്മിലുള്ള, അതായത് SDPIയും കോൺഗ്രസും തമ്മിലുള്ള അന്തർധാര അത് സജീവമായി മുന്നോട്ട് പോകുന്നതാണ്. ഇനി എന്താണ് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് കണ്ടറിയണം എന്നുള്ള ഒരു വിമർശനമൊക്കെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവും ഒപ്പം തന്നെ KPCC ആക്ടിംഗ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള MM ഹോസനും കൂടെ ഇരുവരും ചേർന്ന വാർത്താ സമ്മേളനം നടത്തി ഇക്കാര്യത്തിലൊരു നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. യാതൊരു കാരണവശാലും SDPയുടെ പിന്തുണ വേണ്ട എന്ന് അവർ അടിവരയിട്ട് പറയുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരേപോലെ എതിർക്കേണ്ട സ്ഥിതിവിശേഷമുണ്ട്, അതിനെ എതിർക്കുകയും ചെയ്യുമെന്നുള്ള നിലപാട് നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്യുകയാണ്. എന്തായാലും SDPI നേതാവ് അൻസാരി അതിനകത്ത് നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ അൻസാരി, അതിനകത്ത് ഏത് രീതിയിൽ താങ്കൾ ഇതിനോട് പ്രതികരിക്കുന്നു? നിങ്ങളുടെ പിന്തുണ വേണ്ട എന്ന് പറയുകയാണ് UDF. ഇത് UDFന്റെ നിലപാട് ഇപ്പോഴാണ് അറിഞ്ഞത്. ഏതായാലും പാർട്ടി കൂടിയാലോചിച്ച് തീരുമാനം എടുക്കും. അതായത് പിന്തുണ സ്വീകരിക്കില്ല എന്ന് പറയുന്നു. നിങ്ങൾ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നു, അതേസമയം ഞങ്ങൾക്ക് പിന്തുണ വേണ്ട, നിങ്ങളുടെ പിന്തുണ സ്വീകരിക്കില്ല എന്ന് UDF പറയുന്നു. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം UDFന്റെ അനുവാദം വാങ്ങിയിട്ടല്ല പിന്തുണ നൽകിയത്. അതുകൊണ്ട് തന്നെ പാർട്ടി നിലപാട്, പിന്നെ അവരുടെ നിലപാട് ദയനീയമാണ്. അത് UDFന്റെ ഗതികേടാണ് ബോധ്യപ്പെടുത്തുന്നത്. പക്ഷേ എങ്കിലും നമ്മുടെ പാർട്ടിയുടെ നിലപാടും പിന്നെ മാറ്റമുണ്ടാകാൻ സാധ്യതയില്ല. ഏതായാലും ഞങ്ങൾ കൂടിയാലോചിച്ച് തീരുമാനം എടുക്കുകയുള്ളൂ. സെക്രട്ടേറിയറ്റോ അല്ലെന്നുണ്ടെങ്കിൽ എസ്റ്റാബ്ലിഷ് അടിയന്തരമായിട്ട് കൂടുന്നതാവും. ശ്രീ അൻസാരി, അതിനകത്ത് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വളരെ പ്രസക്തമാണ്. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും എതിർക്കും എന്നുള്ളതാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞു വെച്ചത്. അല്ല, അതുമായിട്ട് വിശദമായി ഇനി സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ളവർ മാധ്യമ പ്രവർത്തകർ കാണുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്നാണ് വ്യാപകമായ ഒരു പിന്നെ ആക്ഷേപം ഉണ്ടായത്. UDFന്റെ പരമ്പരാഗതമായ വോട്ടുകൾ നഷ്ടപ്പെടുമെന്നുള്ള അർത്ഥത്തിലാണ് ഉണ്ടായിരുന്നത്. നമുക്കറിയാം, അങ്ങനെ അത് കേരളത്തിലെ മതേതര ബോധത്തെ അവഹേളിക്കുന്നതാണ്. കാരണം എന്താണെന്നറിയോ, ഇപ്പോ കേരള കോൺഗ്രസ് അതിനകത്ത് ക്രൈസ്തവ ഭൂരിപക്ഷമുള്ളവരാണ്. പക്ഷെ അത് പിന്നെ UDFലോ LDFലോ പിന്തുണ കൊടുക്കുമ്പോൾ ഇവിടെ ഏതെങ്കിലും പിന്നെ വോട്ടുകൾക്ക് വിള്ളൽ ഉണ്ടാകുന്നില്ല. മുസ്ലിം ലീഗ് പിന്നെ UDFനോടൊപ്പം നിൽക്കുമ്പം വേറെ ഏതെങ്കിലും പിന്നെ വോട്ടുകൾക്ക് വിള്ളൽ ഉണ്ടാകുന്നില്ല. INL LDFൽ ഉണ്ടാകുമ്പോൾ നിൽക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊക്കെ ഒരു സംഘപരിവാര കേന്ദ്രത്തിന്റെ SDPയെ സംബന്ധിച്ചിടത്തോളം SDPയെ പിന്നെ മുഖ്യധാരയിൽ എത്തുന്നത് തടയാൻ അല്ലെങ്കിൽ അത് ആഗ്രഹിക്കാത്തവരാണ് സംഘപരിവാരം. ആ സംഘപരിവാരത്തിന്റെ കുപ്രചരണങ്ങൾക്ക് വഴിപ്പെട്ടു പോകുന്ന ഒരു സമീപനമാണ് UDFന്റെ ഇന്നത്തെ തീരുമാനമെന്ന് മനസ്സിലാക്കുന്നു. ഏതായാലും പാർട്ടി കൂടി ആലോചിച്ച് എന്താണത്തെ തീരുമാനിക്കും. ഒറ്റ ചോദ്യം കൂടി, താങ്കൾ ഇപ്പോൾ പറഞ്ഞു അവരോട് ചോദിച്ചിട്ടല്ല അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചതെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയെങ്കിൽ വോട്ട് അവർക്ക് തന്നെയാവുമോ ചെയ്യുന്നത്? അത് കൂടിയാലോചിച്ച് എന്തായാലും വോട്ട് ചെയ്യുന്നതിൽ ഇപ്പം അവരുടെ ആലോചിച്ചിട്ടല്ല നിലവിൽ എന്തായാലും ചെയ്തിട്ടുള്ളത്. അത് ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യമാണ് പാർട്ടി വിലയിരുത്തിയത് പലവട്ടവും. അത് പിന്നെ ആ അർത്ഥത്തിൽ മാത്രമാണ്. അത് ഇപ്പോഴും നിലനിൽക്കുന്നു. ഇനി എന്തെങ്കിലും മറ്റൊരു തീരുമാനം ഉണ്ടെങ്കിൽ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ളവർ മാധ്യമ പ്രവർത്തകരെ കാണുന്നതാവും. ശരി, വളരെയധികം നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ ശ്രീ സന്ദീപ് വാര്യർ കൂടി നമുക്കൊപ്പം ചേരുകയാണ് ടെലിഫോൺ ലൈനിൽ. ശ്രീ സന്ദീപ് വാര്യർ, SDPI പിന്തുണ വേണ്ട എന്ന ഔദ്യോഗികമായി തന്നെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. നിലപാട് അല്ല, ഈ നിലപാട് തുറന്നു പറയാൻ എന്തുകൊണ്ടാണ് കോൺഗ്രസിന് 48 മണിക്കൂർ സമയം വേണ്ടി വന്നത്? കേരളത്തിൽ വ്യാപകമായി പൊതുസമൂഹത്തിന്റെ ഭാഗം ഭീകരവാദികളായിട്ടുള്ള ഭീകര സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന് പ്രഖ്യാപിക്കാൻ ഈ പൊതുസമൂഹത്തിന്റെ ഭാഗത്തുനിന്നുള്ള വലിയ എതിർപ്പ് വരേണ്ടി വന്നില്ലേ? അത് മാത്രമല്ല, ഇവിടെ പിന്തുണ വേണ്ട എന്ന് പറയുമ്പോഴും വോട്ട് വേണ്ട എന്ന് പറയുന്നില്ല. MM ഹസൻ ഉൾപ്പെടെയുള്ളവർ, സതീശൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് വോട്ട് നിങ്ങൾ ചെയ്തോ, പരസ്യമായിട്ടുള്ള പിന്തുണ വേണ്ട എന്ന് മാത്രമേ ഇപ്പൊ അവർ അർത്ഥമാക്കുന്നുള്ളൂ. ഇത് വാസ്തവത്തിൽ കോൺഗ്രസ് നേതൃത്വവും പോപ്പുലർ ഫ്രണ്ടും തമ്മിലൊരു അന്തർധാരയുണ്ട്. അവർ തമ്മിലൊരു രഹസ്യ ഡീൽ നടന്നിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം നീക്കാനുള്ള പ്രക്ഷോഭത്തിൽ കോൺഗ്രസിന്റെ പിന്തുണ കിട്ടും എന്നുള്ളതാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം നീക്കാനുള്ള പരിശ്രമങ്ങളിൽ കോൺഗ്രസിന്റെ പിന്തുണ കിട്ടും എന്നുള്ളതാണ് ആ രഹസ്യ ഡീൽ. അതിനുവേണ്ടിയാണ് അവർ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരളത്തിലെ പൊതുസമൂഹം ഇതിന് കോൺഗ്രസിന് മാപ്പ് കൊടുക്കാൻ പോകുന്നില്ല. കർണാടക തെരഞ്ഞെടുപ്പിൽ 2018 തന്നെ SDPIയും അതുപോലെ തന്നെ കോൺഗ്രസും തമ്മിൽ ധാരണയുണ്ടായിരുന്നായി അവർ തന്നെ പരസ്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ. നേമത്ത് ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി CPMന് ഇവർ വോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഇവിടുത്തെ LDFും UDFുമായിട്ടൊക്കെ തരാതരം സഖ്യം ചേരുകയും അവരെ പിന്തുണയ്ക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളവരാണ് SDPIക്കാർ, പോപ്പുലർ ഫ്രണ്ടുകാർ എന്ന് പറയുന്നത് ഭീകര പ്രവർത്തകരാണ്, ഭീകര സംഘടനയാണ്, രാജ്യം നിരോധിച്ച സംഘടന എന്നതിലേക്ക് അവരുടെ വോട്ട് വേണ്ട എന്ന് ആദ്യമേ പറയാനുള്ള ആർജവം ഇവർ കാണിച്ചില്ല.
വലിയ ബഹുജന രോഷം, പ്രത്യേകിച്ച് ക്രൈസ്തവ ഹിന്ദു വിഭാഗങ്ങളിൽ നിന്നുള്ള വലിയ രോഷം അണപൊട്ടി ഒഴുകിയപ്പോ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഇപ്പോൾ പുതിയ അടവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ഇതുകൊണ്ടൊന്നും കോൺഗ്രസും പോപ്പുലർ ഫ്രണ്ടും തമ്മിലുണ്ടാക്കിയ ഡീൽ പൊതുജനങ്ങൾ മനസ്സിലാക്കാതെ പോകുമെന്ന് സതീശൻ കരുതണ്ട. ശ്രീ സന്ദീപ് വാര്യർ, അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഈ പതാക വിവാദം അടക്കമുള്ള കാര്യങ്ങളിൽ BJPയും മുഖ്യമന്ത്രിയും ഒക്കെ ചങ്ങാതിമാരായി എന്ന് പറഞ്ഞിട്ടുണ്ട്. BJP ഉയർത്തിയ വാദങ്ങളാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഉയർത്തിയിരിക്കുന്നത്. ഇന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ കൂടുതലും സമയം കണ്ടെത്തിയത് അതിനുമായിരുന്നു. സതീശന് നാണമുണ്ടോ? ആ സ്വന്തം പാർട്ടിയുടെ കൊടി, പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാവ് പങ്കെടുക്കുന്ന റോഡ് ഷോയിൽ ഉയർത്തരുത്, അതുപോലെ മുസ്ലിം ലീഗിന്റെ കൊടി ഉയർത്തരുത് എന്നൊക്കെ പറയുമ്പോ സ്വന്തം കൊടി പോലും സംരക്ഷിക്കാൻ ശേഷിയില്ലാത്ത ഇവർക്ക് എന്തിനാണ് ജനങ്ങൾ വോട്ട് കൊടുക്കുന്നത്? സ്വന്തം കൊടി പോലും രാഷ്ട്രീയ എതിരാളികളുടെ പ്രചരണം ഭയന്ന് ആ കൊടി മുടക്കി പോക്കറ്റിൽ ആളായി തിരികിയിട്ട സതീശന് എങ്ങനെയാണ് ഈ രാജ്യത്ത് BJP എതിർക്കാൻ കഴിയുമെന്ന് ജനങ്ങൾ വിശ്വസിക്കുക? അപ്പൊ BJP എതിർക്കാൻ ഇവർക്ക് സാധിക്കില്ല, BJPയെ പരാജയപ്പെടുത്താൻ ഇവർക്ക് സാധിക്കില്ല എന്നുള്ള വ്യക്തമാണ്. BJPയുടെ നറേറ്റീവിനെ മറികടക്കാനാണ് എന്നൊക്കെ പറയുന്നത് വാസ്തവത്തിൽ കോൺഗ്രസ് ചെന്നുപെട്ടിട്ടുള്ള ഏറ്റവും ദുർഘടമായിട്ടുള്ള സാഹചര്യത്തെ സൂചിപ്പിക്കുന്നതാണ്. സതീശൻ വാസ്തവത്തിൽ കോൺഗ്രസിന്റെ പ്രവർത്തകരോടും കോൺഗ്രസിന്റെ പൂർവ്വ പ്രവർത്തകരോടൊക്കെ ക്ഷമ പറയുകയാണ് വേണ്ടത്. കോൺഗ്രസിന്റെ കൊടിയല്ലേ കൊണ്ടുപോയി പണയം വെച്ചത്? ലീഗിന്റെ കൊടിയും കോൺഗ്രസിന്റെ കൊടിയും UDFന്റെ പരിപാടിയിൽ ഉയർത്താൻ പറ്റില്ലെങ്കിൽ പിന്നെ ഈ പരിപാടി നിർത്തി വേറെ വല്ല പണിക്കും പോയാൽ പോരെ? ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ ആത്മാഭിമാനം എന്ന് പറയുന്നത് അവന്റെ പാർട്ടിയുടെ പതാകയാണ്. ഒരു BJP പ്രവർത്തകനെ സംബന്ധിച്ചോളം അവന്റെ ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയുന്നത്, അവന്റെ ആത്മാഭിമാനം എന്ന് പറയുന്നത് ആ കൊടി ഉയർത്തുമ്പോഴാണ്. ഇന്ന് വയനാട്ടിൽ നടന്ന NDAയുടെ റോഡ് ഷോയിൽ ഞങ്ങളുടെ മുഴുവൻ കക്ഷികളുടെയും കൊടി തോരണങ്ങൾ ഉണ്ടായിരുന്നല്ലോ. മിഥുനിലേക്ക് ഞാൻ പോവുകയാണ്. മിഥുൻ, അല്പസമയം മുമ്പാണ് SDPI പ്രതിനിധി നമ്മളോട് സംസാരിച്ചത്. അവർ ഈ പിന്തുണ അവരെ നോക്കി, കോൺഗ്രസ് പറഞ്ഞത് നോക്കിയല്ല നമ്മൾ പിന്തുണ പ്രഖ്യാപിച്ചത്, അവരുടെ അനുവാദത്തോടെ അല്ല പിന്തുണ പ്രഖ്യാപിച്ചത്. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞത് ശരിയായില്ല, കോൺഗ്രസിന്റെ ഈ പത്രസമ്മേളനത്തിലൂടെ പറഞ്ഞ കാര്യങ്ങൾ ശരിയായില്ല, ഒപ്പം പാർട്ടി കൂടി ആലോചിച്ച് തീരുമാനമെടുക്കും ഇക്കാര്യത്തിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അശ്വതി, അതിൽ പ്രധാനമായും നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് പാർട്ടിയുടെ കാര്യം മാത്രമാണ് പറയുന്നത് എങ്കിൽ അത് KPC അധ്യക്ഷനോ അല്ലെങ്കിൽ ഇപ്പോൾ അതിന്റെ ചുമതല വഹിക്കുന്ന ആക്ടിംഗ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള MM ഹസനാണ് നിലപാട് വ്യക്തമാക്കേണ്ടത്. പക്ഷേ ഈ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തത് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതുകൊണ്ട് തന്നെ UDFൽ ഇക്കാര്യത്തിൽ കൃത്യമായ ചർച്ചകൾ നടത്തിയതിനു ശേഷമായിരിക്കാം ഒരു പക്ഷേ ഇത്രയും കാലതാമസം ഈ ഒരു നിലപാട് അറിയിക്കുന്നതിന് വേണ്ടി എടുത്തിട്ടുണ്ട് എന്നാണ് നമുക്കൊരു വിലയിരുത്തൽ ഈ ഒരു ഘട്ടത്തിൽ നടത്താനാവുക. കാരണം കഴിഞ്ഞ 48 മണിക്കൂറായി ഇതിൽ ഒരു വിശദീകരണം നൽകാനോ യാതൊരുവിധ നിലപാടുകൾ വ്യക്തമാക്കാനോ നേതാക്കൾ തയ്യാറാവുകയും ചെയ്യുന്നില്ലായിരുന്നു. ഇന്ന് രാവിലെ പോലും KC വേണുഗോപാലിനോട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവും KPCC ആക്ടിംഗ് പ്രസിഡന്റും ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട്. നേതാക്കൾ നിലപാടുകൾ വ്യക്തമാക്കുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അതിൽ നിന്ന് വ്യക്തമാണ് മറ്റ് UDFലെ മറ്റ് ഘടകകക്ഷികളുമായി കൂടിയാലോചന നടത്തിയതിനു ശേഷമായിരിക്കാം ഒരു പക്ഷേ ഇത്തരത്തിലൊരു തീരുമാനം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊള്ളാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറാകിയ എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ആ ഒരു വാദം നിലനിൽക്കില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും SDPയുടെ ഒരു ഔദ്യോഗിക പ്രതികരണം എന്തായാലും ഇനി വരേണ്ടതായിട്ടുണ്ട്. UDFന്റെ ഒറ്റക്കെട്ടായിട്ടുള്ള തീരുമാനമാണ് എന്നറിയാൻ ഇനി ലീഗിന്റെ ഒരു പ്രതികരണം വരേണ്ടതായിട്ടുണ്ട്, മറ്റു പാർട്ടികളുടെ പ്രതികരണങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും നിലപാട് ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നു, UDF നേതൃത്വം വ്യക്തമാക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരു തരത്തിലും വർഗീയതയ്ക്കൊപ്പം മുന്നോട്ട് പോകില്ല, SDPയുടെ പിന്തുണ വേണ്ട എന്ന് അടിവരയിട്ട നേതാക്കൾ വ്യക്തമാക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശരി, MG മിഥുനാണ് വിവരങ്ങൾ നൽകി. എന്തായാലും ഈ പകലിലെ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നിലപാടാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് VD സതീശനും MM ഹസനും ചേർന്ന് പ്രഖ്യാപിച്ചത്. SDPI പിന്തുണ UDF സ്വീകരിക്കില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ന വളരെ പ്രധാനപ്പെട്ട ഗൗരവമുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും എതിർക്കുമെന്ന് പറയുന്നു. വ്യക്തിപരമായി എല്ലാവരും വോട്ട് ചെയ്യണം, പക്ഷെ സംഘടനകളുടെ കാര്യത്തിൽ കൃത്യമായ നിലപാട് പാർട്ടിക്കുണ്ട് എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം പകൽ വാർത്ത കാണാം. നമസ്കാരം. വയനാട്ടിൽ K.